കടുത്ത ചൂടാണ്. എങ്ങനെയാണ് പ്രചാരണം മുന്നോട്ട് പോകുന്നത് ഈ വെയിലത്ത്? അത് അതിജീവിക്കുക പറഞ്ഞ മാർഗം, വേറെ മാർഗമൊന്നുമില്ല. ഓരോ മാർഗം. ഇലക്ഷൻ ചൂടും വേനൽ ചൂടും റംസാൻ ചൂടും എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുക. ഇതിനെ ഈ ചൂടിനെ അതിജീവിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ? ഇല്ല, വെയിലിനടക്കുക പറഞ്ഞ മാർഗം. ഇപ്പം കാർത്തിനിരിക്കാൻ കഴിയില്ലോ. പിന്നെ എന്നാണ് വെള്ളം കുടിക്കുക. എല്ലാവരെയും കാണുക. അപ്പോൾ പിന്നെ ഈ ചൂടങ്ങ് പോവും. കൂടുതൽ ആളുകളെ കാണുമ്പോൾ ചൂടിൻ്റെ കാഠിന്യം കുറയും. ജനങ്ങളുമായിട്ട് അടുത്തിടെ ഇടപഴകുമ്പോഴാണ് ഈ ചൂട് കുറയുന്നത് അല്ലേ? അതെ 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 അതെ. അപ്പോൾ പിന്നെ നമുക്കൊരു ഫീല് നന്നായി വരുമല്ലോ അനുകൂലമായിട്ട്. ഓരോരാളെയും കാണുന്നതോടെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഫീല് ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. ഏതൊക്കെ മേഖലയിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത്? ഇന്നിപ്പോൾ കുന്നമംഗലം, പിന്നെ ചാത്തമംഗലം, പിന്നെ മാവൂരല്ല, പിന്നെ മാവൂര്, ഇന്ന് 3 ഉച്ചവരെ ഈ 3 പഞ്ചായത്തുകളിലാണ്. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ബേപ്പൂരാണ്. 2 മണി മുതൽ ബേപ്പൂരാണ്. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ പോവുക, വ്യക്തികളെ കാണുക. അതാണിപ്പോൾ ഇന്നത്തെ ഈ യാത്ര കൊണ്ടുള്ള ഉദ്ദേശം. അതാണ്. ഏതാണ്ട് 2 ഘട്ടം പിന്നിടുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന പൾസ്? വളരെ പോസിറ്റീവായിട്ട് റെസ്പോൺസാണ്. വളരെ പോസിറ്റീവാണ്. ആളുകൾ വളരെ കേരളത്തിൽ UDF ജയിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ആളുകൾ. ആ ട്രെൻഡൊക്കെ, പഴയ ട്രെൻഡൊക്കെ പോയല്ലോ. കേരളത്തിലെ പൊതു അന്തരീക്ഷം UDF അനുകൂലമാണല്ലോ. ഇന്നിപ്പം മറ്റേ സീ വോട്ടർ സർവേ കണ്ടില്ലേ, 20 സീറ്റും UDF ജയിക്കുന്ന പറയുന്നത്. അപ്പോൾ ഒരു അനുകൂലമായ ട്രെൻഡാണ് കേരളത്തിലുടനീളം കാണുന്നത്. ഈ ചൂടിനെ അതിജീവിക്കാൻ ഈ സർവേ ഫലം പോലും നമുക്ക് ഗുണകരമായി മാറുന്നു എന്നുള്ളതാണ് വലിയ ആശ്വാസം, വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. കാരണം അനുകൂലമായ സർവേ വരുമ്പോൾ ആളുകൾ കുറേ കൂടി ആക്ടിവൈസ് ചെയ്യുമല്ലോ. ഇത്തരം വിവാഹ വീടുകൾ, അതോടൊപ്പം തന്നെ മരിച്ച വീടുകളിലൊക്കെ പോകുമ്പോൾ ജനങ്ങളുടെ സമീപനം ഏതൊക്കെ തരത്തിലാണ് വരുന്നത്? വളരെ പോസിറ്റീവ് അല്ല. ആ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം. നമുക്ക് ഈ ആളുകളെ കണ്ടാൽ അറിയാമല്ലോ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരാൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ റെസ്പോൺസ് എങ്ങനെ കൃത്യമായി കണ്ടാൽ പറയാൻ പറ്റും ബോഡി ലാംഗ്വേജ്. ഏതായാലും ജനങ്ങൾക്കിടയിലേക്ക് എല്ലാ വീടുകളിലും കല്യാണ വീടുകളിലൊക്കെ എത്തുന്നുണ്ട് MK രാഘവൻ. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വെയിലിൻ്റെ കാഠിന്യമൊന്നും താൻ അറിയുന്നില്ല. അവരുടെ ആവേശത്തിനൊപ്പം തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നാണ് UDF സ്ഥാനാർത്ഥി MK രാഘവൻ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.